ഹലോ, എങ്ങനെ നമുക്ക് ഡെന്റൽ ട്രീറ്റ്മെന്റ് ദന്ത ചികിത്സ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം? ഒഴിവാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മുടെ മോഡേൺ ലൈഫിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് റിഫൈൻഡ് ഫുഡുകളാണ്. കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉള്ള ഒരുപാട് ഫുഡുകൾ, അതേപോലെ ഷുഗർ കണ്ടന്റ് ഉള്ള ഒരുപാട് ഫുഡുകളാണ്. ദിസ് വിൽ അഫക്റ്റ് അവർ ടൂത്ത്. അത് പഴയ കാലങ്ങളിലുള്ള ആളുകൾക്ക് പോലെ പല്ലുകൾ ഇപ്പോഴത്തെ ആളുകൾക്ക് നിലനിൽക്കുന്നില്ല എന്നതിൻ്റെ കാരണം നമ്മുടെ ഫുഡ് ഹാബിറ്റ് തന്നെയാണ്. എങ്കിലും എൻ്റെ ചോദ്യം, എങ്ങനെ നമുക്ക് ഡെന്റൽ ട്രീറ്റ്മെന്റ് ഒഴിവാക്കാം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, പ്രിവെൻഷൻ. അസുഖം വരുന്നത് തടയാം. നമുക്കറിയാം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മളെല്ലാം കേൾക്കുന്ന കാര്യമാണ്. ഒരസുഖം തടയുന്നതാണ് വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത്. അവിടെയാണ് നമ്മളെ ടാറ്റ പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം അത് മരുന്നായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മരുന്നിനെ ഭക്ഷണമായി ഉപയോഗിക്കേണ്ടി എന്നുള്ള കോട്ടിങ്. ആദരാജ്ഞലികൾ ടാറ്റ. ഓക്കെ, അപ്പൊ എന്താണ് പ്രിവെന്റീവ് ആസ്പെക്ട്? വൺ ഈസ് ബ്രഷിംഗ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ എന്ന് എനിക്കറിയില്ല. ബ്രഷ് ചെയ്യാത്തതാണ് പ്രധാനമായിട്ടും പല്ലിന്റെ പോട് വരാനും പല്ലിന്റെ മോണക്ക് കംപ്ലൈന്റുമുള്ള കാരണം. ഈ ബ്രഷിംഗ് പ്രോപ്പർ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നുണ്ടോ ചോദിച്ചോ എല്ലാ ദിവസവും ചെയ്യുന്നില്ല. യെസ്, നോ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുന്ന ഹാബിറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ പല്ലിന് പോട് വരാതിരിക്കുള്ളൂ. യെസ്. ഇനി നമ്പർ 2 എന്താണ്? ഫ്ലോസിങ്. പല്ലിന്റെ ഇടയിൽ കുടുങ്ങുന്ന ഭക്ഷണം അത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണമെങ്കിൽ, പല്ലിന് കംപ്ലൈന്റ് ഇല്ലാതെ നീക്കം ചെയ്യണമെങ്കിൽ ഫ്ലോസ് ഈസ് കമ്പൽസറി ആൻഡ് യു ഷുഡ് നോ ഹൗ ടു ഫ്ലോസ്. മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലോസ്. വാക്സ് ടൈപ്പ് ഫ്ലോസ്, വാക്സ് ഇല്ലാത്ത ഫ്ലോസ് എല്ലാം അവൈലബിൾ ആണ്. നമ്പർ 3, റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ ആരും ഡെന്റൽ ക്ലിനിക്കിലോട്ട് വരുന്നത് ഡെന്റൽ പെയിൻ ആയിട്ടാണ്, വേദനയായിട്ടാണ്. അത് മാറ്റി ഡെന്റൽ ക്ലിനിക്കിലോട്ട് വരുന്നത് പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. പല്ലിന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വർഷത്തിലൊരു തവണ ഡെന്റൽ ക്ലിനിക്കിൽ കയറുന്ന ഒരാൾക്ക് 100% ഞാൻ ഉറപ്പ് നൽകാം, അവർക്ക് പല്ല് വേദനയായിട്ട് ക്ലിനിക്കിൽ കയറേണ്ട ആവശ്യം വരില്ല. യെസ്. അടുത്തതാണ് ഫുഡ് ഹാബിറ്റ്. നമ്മളെ മോഡേൺ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യിക്കുന്നില്ല? ഫൈബർ കണ്ടന്റ് ഫുഡുകൾ നമ്മൾ കഴിക്കുന്നില്ല. പഴയ കാലങ്ങളിലെ ആളുകൾ ഒരുപാട് ഫൈബർ കണ്ടന്റ് ഫുഡുകൾ, പച്ചയുള്ള ഫുഡുകൾ, പച്ച പഴങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് പല്ലിനുള്ള ഉപയോഗം കൂടുതലായിരുന്നു. നമ്മളെ വായിലുണ്ട്, പല്ലുണ്ട്, പക്ഷെ വി ആർ നോട്ട് യൂസിങ് ദ പൽ, യൂസിങ് ദ ടൂത്ത്. എന്തിനു വേണ്ടി? ചൂയിങ്ങിന് ഉപയോഗിക്കുന്നില്ല, ചവക്കാൻ ഉപയോഗിക്കുന്നില്ല, കടിക്കാൻ ഉപയോഗിക്കില്ല. പിന്നെ എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ ഭക്ഷണം ഒട്ടിപ്പിടിച്ച് പോട് വരുന്നു. ദാറ്റ് ഈസ് ദ റീസൺ. അപ്പോ റിഫൈൻഡ് ഫുഡ് എന്ന് മാറി നമ്മൾ റോ ഫുഡിലോട്ട് മാറ്റണം. പല്ലിന്റെ ഉപയോഗം പൂർണ്ണമായിട്ട് വരുന്ന ടൈപ്പ് ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിച്ച് ശീലിക്കുക തന്നെ വേണം. എങ്കിലേ പല്ല് നിലനിൽക്കുള്ളൂ. നമുക്കറിയാം, എക്സസൈസ് ചെയ്യുന്ന ശരീരത്തിന് ആരോഗ്യമുണ്ടാവുള്ളൂ. എക്സസൈസ് എന്ന് പറയുമ്പോൾ ലൈഫിൽ കിട്ടുന്ന ആളുകൾക്ക് എക്സസൈസ് ചെയ്യണ്ട. അവരെ തൊഴിലിൽ, അവരുടെ വർക്കിൽ അവർക്ക് എക്സസൈസ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഇനഫ്. പക്ഷെ അല്ലാത്തവർ എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. അതേപോലെ തന്നെയാണ് പല്ലും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പല്ല് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്യുന്ന പഴയ കാലങ്ങളിൽ പല്ല് പോടില്ല എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ പല്ല് ഉപയോഗിക്കാത്ത കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് പല്ല് ഉണ്ടായേ പോട് വന്നേ മതിയാവൂ. പോടുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് സമയത്ത് പല്ല് ക്ലീൻ ചെയ്താൽ മാത്രം മതി. ഫില്ലിംഗ് ചെയ്യണോ വേണ്ടേ എന്ന് കറക്റ്റ് സമയത്ത് ഡോക്ടർ പറയും.
ഇനി എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്? ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നതിലല്ല കാര്യം, ട്രീറ്റ്മെന്റ് സമയത്ത് ചെയ്യുക എന്നതിലാണ് കാര്യം. ട്രീറ്റ്മെന്റ് നിങ്ങൾക്കൊരു പല്ല് വേദന വരുമ്പോഴല്ല വരേണ്ടത്. ഭക്ഷണം തട്ടി, മധുരം തട്ടി, ആ പല്ലിൽ എന്തെങ്കിലും ഒരു സെൻസേഷണൽ ഡിഫറൻസ് വരുന്ന സമയത്ത്, ആ സമയത്ത് നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട് അത് ഫില്ല് ചെയ്യാം. ഫില്ലിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജി ഉണ്ട്, ഗെറ്റ് ഇറ്റ് ഫിൽഡ്. ഫില്ല് ചെയ്യുക എന്നതല്ല പറയേണ്ടത്, ഫില്ല് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. അതിലോട്ട് നമ്മൾക്ക് മാറണം. അപ്പോ നിങ്ങളുടെ വായൊരു പല്ലിന് പോടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ഗെറ്റ് ഇറ്റ് ഫിൽഡ്. ഓക്കെ. അടുത്ത പ്രശ്നം ഏതാണ്? ഗിവ് വാല്യൂ ടു ദി ടൂത്ത്. നിങ്ങൾ എന്തിന് വില കൊടുക്കുന്നോ ആ സാധനത്തിന് നമുക്ക് ശ്രദ്ധയുണ്ടാവും. നിങ്ങൾ പല്ലുകൾക്ക് വില കൊടുക്കുന്നുണ്ടോ, തീർച്ചയായിട്ടും ആ പല്ലുകൾ നഷ്ടപ്പെടില്ല, ആ പല്ലുകൾ നിലനിൽക്കും. മൂന്നാമത്തതാണ് ഹാബിറ്റ്. ഹാബിറ്റിനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ കറക്റ്റ് ആയിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നോ എന്നായിരിക്കും. ഒന്നുകിൽ സമയത്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന സമയം നമുക്ക് സ്കിപ്പായി പോകുന്നു. കാരണം മോഡേൺ ലൈഫ് ആർ ബിസി ലൈഫ്, എല്ലാവരും തിരക്കിലാണ്. അവർക്ക് ബ്രഷിങ് ചെയ്യാൻ പോയിട്ട് ഭക്ഷണം കഴിക്കാനും സമയമല്ല, ഒന്നിനും സമയമല്ല. പക്ഷെ സമയമുണ്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിലിരുന്ന് സമയം കളയാൻ. സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? സമയം നമ്മൾ കളയുന്നു, സമയം കൊല്ലുന്നു. ഇനി മോഡേൺ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനമായ മോഡേൺ ഹാബിറ്റ്സുകളുണ്ട്. അതിൽ ഒന്നാണ് ടൂത്ത് മോസ് ഉപയോഗിക്കുന്ന സ്വഭാവം. നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടാൻ സാധിക്കും. ടൂത്ത് മോസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് ടൂത്ത് മോസ്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? പല്ല് നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. രണ്ടാമത്താണ് ഇലക്ട്രിക്കൽ ടൂത്ത് ബ്രഷ്. ദിസ് ഈസ് എ വൺ ഇൻവെസ്റ്റ്മെന്റ് വൺസ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ ഒരു ബ്രഷേ ആവശ്യം വരൂ. ഒരു ഇലക്ട്രിക്കൽ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. നമ്പർ 3, ഒരു ഫാഷനായിട്ട് കൊണ്ടു നടക്കണം. എന്ത്? സ്കെയിലിംഗ്. ഒരു വർഷത്തിൽ നമ്മൾ ഡ്രസ്സ് എടുക്കുന്നുണ്ടോ? ഒരു വർഷത്തിൽ നമ്മൾ റുട്ടീൻ ചെയ്യുന്നുണ്ടോ? അതേപോലെ പല്ല് ക്ലീൻ ചെയ്യുന്ന, ഒരു ഡോക്ടറെ കാണിച്ച് പല്ല് ക്ലീൻ ചെയ്യുന്ന ഹാബിറ്റ് എന്താക്കി മാറ്റണം? ഒരു ഫാഷനാക്കി മാറ്റണം. അപ്പോൾ ഇതുകൊണ്ട് ചോദിക്കാം, ഇത് ഡോക്ടേഴ്സിന് ഗുണമല്ലേ? ആളുകളുടെ പല്ല് രക്ഷിക്കാനാണ് ഡോക്ടേഴ്സ്, എടുത്തു കളയാനല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്ലീനിങ്ങിന് അല്ലെങ്കിൽ സ്കെയിലിങ്ങിന് വരുമ്പോൾ ഡോക്ടർ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ പല്ലിൻ്റെ ശ്രദ്ധ, ഇന്ന പല്ലിന് ഇന്ന കംപ്ലൈൻ്റ് ഉണ്ട്, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ദർ ഈസ് നോ അതർ വേ. കാരണം നിങ്ങൾ കറക്റ്റായിട്ട് സമയത്ത് ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ പല്ലിൻ്റെ കംപ്ലൈൻറ്റ് അറിയാനുള്ള അവസരം നിങ്ങൾ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മോഡേൺ ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾ വെൽക്കം ചെയ്യണം. ആ 3 ഹാബിറ്റ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞ്, ഒന്ന് ടൂത്ത് മോസ് ഉപയോഗിക്കുക, ഇലക്ട്രിക്കൽ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുക, അതേപോലെ ക്ലീനിങ്, അതൊരു ഫാഷനാക്കി മാറ്റുക. മിനിമം വൺസ് ഇൻ എ ഇയർ. താങ്ക് യു. ഐ എം ഡോക്ടർ അലി, അരിയരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. താങ്ക് യു.